ഹലോ നമസ്കാരം. വരവൂർ കൃഷി വേഗം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെറിയൊരു കർഷകനാണ്. എൻ്റെ പേര് നിഷാദ്. തൃശ്ശൂർ ജില്ലയിലെ വരവൂർ ഗ്രാമപഞ്ചായത്തിലെ കൊറ്റൂർ എന്നുള്ള സ്ഥലത്താണ് എൻ്റെ കൃഷിയും കൃഷിസ്ഥലമൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ പുറകിൽ കാണാനാണ് എൻ്റെ പടവലത്തോട്ടം. അപ്പോൾ ഞാനിവിടെ ഒരു 20 തടാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ബേബി ഇനത്തിൽപ്പെട്ട മായയുടെ വിത്താണ് കേട്ടോ ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഏകദേശം അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്ന ഒരു ഇനമാണ് മായ. കണ്ടോ കായയുടെ ഒക്കെ ഒരു സൈസ് നോക്കിയേ, അത്യാവശ്യം നല്ല കനം വരെ കായ. ഇതിപ്പോൾ ഏകദേശം വിളവെടുപ്പിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന തോട്ടാണിത്. വിളവെടുപ്പ് ഏകദേശം 2-3 വിളവെടുപ്പായി. ഇപ്പോൾ ഇതിപ്പോൾ ഇത്ര നീളം വരുള്ളൂ കേട്ടോ. ഉണ്ടോ ഇതിൻ്റെ ഫുള്ള് വളർച്ചയാണിത്. പടവലത്തിൻ്റെ നല്ല കനുണ്ട് ഉണ്ടോ. ഞാനൊരു തടത്തിൽ 3 തൈ വീതമാണ് വെച്ചിരിക്കുന്നത്. അത് കൃഷി ചെയ്തിരിക്കുന്നത് പാടത്താണ് കേട്ടോ. ഫുള്ള് നെല്ല് കാണാമല്ലോ കേട്ടോ. പാടത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മളിത് ഒന്ന് തട ഉയർത്തിയിട്ടാണോ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ പഴുപ്പ് വരിട്ടുണ്ടല്ലേ, കേട് വരുന്നുണ്ട്. അത് പഴുപ്പ് വരത് ഇപ്പോൾ ഈ ഡിസംബറിൽ പെയ്ത മഴ നമുക്ക് നന്നായിട്ട് ബാധിച്ചു. ഒരു 2-3 ദിവസം വെള്ളം നിന്നു. പൈര കയറിയ പഴുപ്പാണ് ഇതുണ്ട് കേട്. ഏകദേശം അടിയിലൊക്കെ പഴുത്തു പോയി. അപ്പം അതിന് മരുന്നൊക്കെ അടിച്ചിട്ട് ഒരുവിധം ലെവലായി വരുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ ഏകദേശം നല്ല കായപ്പെടുത്തുണ്ട്. ഓരോ വിളവെടുപ്പിനൊക്കെ ഒരു 15 കിലോ 18 കിലോ ആ ഒരു ലെവലിൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് അടിവളമായിട്ട് കൊടുത്തിരിക്കുന്നത് ചാണകം, ആട്ടുംകാട്ടം, പിന്നെ കുമ്മായം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 ദിവസം നമ്മൾ ഇളക്കിയിട്ടിട്ട്, അപ്പോൾ ഈ തൈ വെക്കുന്നതിൻ്റെ ഒരു 4 ദിവസം മുന്നേ ഇതിലേക്ക് എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, പിന്നെ അതിൻ്റെ കൂടെ പെർലറ്റും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് നനച്ചിടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് തൈ വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു തൈ നേരിട്ട് ഞാൻ വിത്ത് മണ്ണിൽ വെക്കാതെ ട്രേയിൽ പാകിയിട്ടാണ് ഞാൻ തൈ ഇതിന് റെഡിയാക്കുന്നത്. ഒരു 10-15 ദിവസം വളർച്ചെത്തി തയ്യലാണ് നമ്മൾ തടത്തിലേക്ക് പിരിഞ്ഞു വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിന് വളർച്ച കിട്ടും. ഞാനും മായ തന്നെയാണ് സ്ഥിരത്തിൽ ചെയ്യാറ്. ഈ ഒരു ഭാഗത്ത് ഞാൻ പടവലം തന്നെ കേട്ടോ സ്ഥിരം കൃഷി ചെയ്യൽ. അപ്പോൾ ഇതിന് ചെറിയൊരു സ്ഥലമാണ്, അതുകൊണ്ട് ഒരു 20 തട പോകുള്ളൂ. അപ്പോൾ അതിൽ സ്ഥിരമായിട്ട് പടവലം തന്നെയാണ് ഞാൻ കൃഷി ചെയ്യൽ. നമുക്കിതിന് കിട്ടുന്നൊരു വില മാർക്കറ്റിൽ 25 മുതൽ 30 രൂപ വരെയാണ് നമുക്കിതിന് വില കിട്ടുന്നത്. അതിനും കൂടുതലൊന്നും കിട്ടില്ല. ചില സീസണിൽ ചില സമയത്തൊക്കെ ഒരു 40 രൂപയൊക്കെ കിട്ടിയെങ്കിലായി. മാക്സിമം 30 രൂപ അത്രയൊക്കെ തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എനിക്കിവിടെ കൃഷിസ്ഥലമായിട്ടുള്ളത് ഒരു 2 ഏക്കർ പാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു 80 സെൻറ്റിലാണ് ഞാനിപ്പോൾ എൻ്റെ ഈ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലത്ത് ഞാനിപ്പോൾ നെല്ലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം അത് കൊയ്യാനുള്ള സമയം അയക്കണം. അപ്പോൾ ഞാൻ കൂടുതൽ കൃഷി ചെയ്യുന്നൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലത്താണ്. നെല്ല് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 ഏക്കറിൽ ഞാൻ ഒരു 1.25 ഏക്കറിൽ ഞാൻ ഫുള്ള് പച്ചക്കറി ഇടൽ. അതേ ഒരു മഴ പെയ്യുന്നത് വരെ ആ കൃഷി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൃഷിയുടെയും ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.